ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾ വളരെ ശ്രദ്ധയോടും ഗൗരവത്തോടും കൂടെ കേൾക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഒരുപാട് നാളുകളായി ഇങ്ങനെയൊരു വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ബ്ലാക്ക് മാസിനെ കുറിച്ചാണ്. നിങ്ങൾ ഇതേക്കുറിച്ച് മുമ്പൊക്കെ കേട്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും ഒത്തിരി ഭീകരമാണ് അതിൽ നടക്കുന്ന കാര്യങ്ങൾ. ഈ ഒരു വിഷയം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഒരപേക്ഷയുള്ളൂ. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കുക. സാത്താൻ്റെ ഇത്തരം പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇന്നു മുതൽ ശക്തമായി ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. അതുമാത്രമേ നമുക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റൂ. അനേകം മക്കൾ ഈ ഒരു കാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ഈ ഭൂമിയിലേക്ക് ഒഴുകും. സാത്താൻ്റെ പ്രവർത്തനങ്ങൾ അതുമൂലം പരാജയപ്പെടും. വിശുദ്ധ കുർബാനയെ വളരെ മ്ലേച്ഛമായ രീതിയിൽ സാത്താൻ ആരാധകർ അവഹേളിക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലെ, നിന്റെ ഹൃദയം പൊള്ളണം. ഈശോയുടെ ഹൃദയം വേദനിക്കുമ്പോൾ നിനക്കും അത് വേദനയായിട്ട് മാറണം. ഈശോയെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പറ്റും. എങ്ങനെയാണെന്നല്ലേ? വിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മൾ ഓരോരുത്തരും ഇന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ലോകത്ത് പല ഭാഗങ്ങളിലും ഇതിൻ്റെ സെൻറ്ററുകളുടെയൊക്കെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ വർഷിപ്പുകൾ നടക്കുന്ന ഇടങ്ങളൊക്കെ തകർക്കപ്പെടണം. അതിന് നിന്റെ പ്രാർത്ഥനകൾ അതിനായിട്ട് സ്വർഗത്തിലേക്ക് ഉയരേണ്ട സമയമാണിത്. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലും വിശുദ്ധ കുർബാനയിലുമൊക്കെ ഈ ഒരു നിയോഗത്തിന് വേണ്ടി നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ അനേകരിലേക്ക് എത്തുമ്പോൾ ഇത് കേൾക്കുന്ന ഈശോയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. അനേകരുടെ പ്രാർത്ഥനയുടെ അലയടികൾ ഈ ഭൂമിയിൽ നിന്ന് ഉയരുമ്പോൾ സാത്താൻ പരാജയപ്പെടും. അതിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. എനിക്ക് ഏതാണ്ടൊരു 20 വയസ്സ് പ്രായമൊക്കെയുള്ള സമയത്താണ് ഞാൻ അണക്കരയിൽ ബഹുമാനപ്പെട്ട ഡൊമിനിക് വാഴമനാൽ അച്ഛൻ്റെ ഒരു ധ്യാനം കൂടാനായിട്ട് പോകുന്നത്. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഈ ബ്ലാക്ക് മാസിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അറിവ് പോലും ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എനിക്കൊരാഗ്രഹം തോന്നി. അതേക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വായിച്ചു. പല വൈദികരോടും ചോദിച്ച് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി. 2000 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ഈശോ ഒരുപാട് വേദനിക്കുകയാണല്ലോ, അവഹേളിക്കപ്പെടുകയാണല്ലോ എന്നോർത്തപ്പോൾ എനിക്കൊത്തിരി ദുഃഖം തോന്നി. അന്ന് മുതൽ ഇന്നോളം ഞാൻ ചെയ്യുന്ന ഓരോ ജോലികളിലും എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും ഒരു നിയോഗം ഈ ബ്ലാക്ക് മാസിന് എതിരായിട്ടാണ്. ഞാൻ അന്നു മുതൽ ശക്തമായിട്ട് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും ഈ ഒരു വിഷയത്തെ സീരിയസ് ആയിട്ട് തന്നെ കണ്ടുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി എന്താണ് ഈ ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ കറുത്ത കുർബാനയെന്ന് വിശദമായിട്ട് ഞാനൊന്ന് പറയാം. നിങ്ങളിത് മുഴുവൻ കേൾക്കണം. നിങ്ങളിത് കേട്ട് തീരുമ്പോൾ എനിക്കറിയാം, ഉറപ്പായിട്ടും ഞാൻ പറയാതെ നിങ്ങളും പ്രാർത്ഥിച്ചിരിക്കും. കറുത്ത കുർബാന എന്ന പേരിൽ അറിയപ്പെടുന്ന സാത്താൻ ആരാധനയെക്കുറിച്ച് ഏറെ ചർച്ചകളും പഠനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും നിയതമായ അർത്ഥത്തിൽ കറുത്ത കുർബാനയെ നിർവചിക്കാനോ വ്യാഖ്യാനിക്കാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ സാത്താൻ ആരാധനയ്ക്ക് ഏകീകൃത രൂപമോ നിശ്ചിത ക്രമമോ ഇല്ല എന്നത് തന്നെയാണ് ഇതിന് കാരണം. ഇനി ഈ കറുത്ത കുർബാനയുടെ ഒരു ചരിത്ര പശ്ചാത്തലം ഞാനൊന്ന് പറയാം. കറുത്ത കുർബാന എന്നത് സാത്താൻ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന പദമായിരുന്നില്ല. മധ്യകാലഘട്ടത്തിൽ ശത്രുക്കളുടെ നാശത്തിനു വേണ്ടി വിശ്വാസികൾ കാഴ്ചവെച്ചിരുന്ന ദിവ്യബലികളെയാണ് കറുത്ത കുർബാന അല്ലെങ്കിൽ ബ്ലാക്ക് മാസ് എന്ന് വിളിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലെ ശത്രു സംഹാര പൂജകൾക്ക് സമാനമായ ലക്ഷ്യത്തോടെ ക്രൈസ്തവർ അർപ്പിച്ചിരുന്ന കുർബാനകളായിരുന്നു ഇത്. എന്നാൽ ഇത്തരം ബലിയർപ്പണ രീതികൾ 15ാം നൂറ്റാണ്ടോടെ സഭയിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടു. ഇതേ തുടർന്നാണ് കറുത്ത കുർബാന എന്ന പേരിൽ സാത്താൻ ആരാധന രംഗപ്രവേശനം ചെയ്യുന്നത്. സാത്താനുമായി ബന്ധപ്പെട്ട ആരാധനാ രൂപങ്ങൾ പുരാതന കാലം മുതലേ നിലനിന്നിരുന്നുവെങ്കിലും റോമൻ കുർബാനക്രമത്തിൻ്റെ ആക്ഷേപാനുകരണം എന്ന രീതിയിലുള്ള ആദ്യത്തെ കറുത്ത കുർബാന നടക്കുന്നത് 17ാം നൂറ്റാണ്ടിലാണ്. ലൂയി 14 പത്നിയുടെ ആവശ്യപ്രകാരം എറ്റിൻ
ഗിബോർഗ് എന്ന പുരോഹിതനാണ് ആദ്യത്തെ കറുത്ത കുർബാന അർപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു. രാജ്ഞിയുടെ നഗ്നമായ ശരീരത്തെ അൾത്താരയാക്കി വിശുദ്ധ ബലിയർപ്പണം നടത്തിക്കൊണ്ടാണ് ഈ കറുത്ത കുർബാന നടത്തിയത്. എന്നാൽ ഇവിടെ സാത്താൻ ആരാധനയായിട്ടല്ല ബലിയർപ്പണം നടത്തിയത്. ശരീരത്തിൽ വെച്ച് വിശുദ്ധ കുർബാനയുടെ അത്ഭുതകരമായ വസ്തുഭേദം സംഭവിക്കുന്നതിലൂടെ തൻ്റെ ശരീരത്തിന് രാജാവിനെ ആകർഷിക്കാനുള്ള വശ്യശക്തി ലഭിക്കുമെന്ന രാജ്ഞിയുടെ അബദ്ധ ധാരണയാണ് ഈ ബലിയർപ്പണത്തിനു പിന്നിലെ പ്രേരകം. എന്നാൽ ഈ വിചിത്ര രീതിയിലുള്ള ബലിയർപ്പണത്തിന്റെ നടപടിക്രമങ്ങളെ സാത്താൻ ആരാധനയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് കറുത്ത കുർബാന എന്ന പേരിൽ നിലവിലുള്ള അഭിനവ സാത്താൻ ആരാധന രൂപം കൊണ്ടത്. അമേരിക്കയിലെ കോവൻ ഗ്രൂപ്പ് 1968 13 മിനിറ്റ് ദൈർഘ്യമുള്ള കറുത്ത കുർബാനയുടെ ആൽബം പുറത്തിറക്കുകയും അത് അവരുടെ സ്റ്റേജ് ഷോയുടെ ഭാഗമാക്കുകയും ചെയ്തതോടെയാണ് കറുത്ത കുർബാനയ്ക്ക് ഇന്നുള്ള പേരും പെരുമയും ലഭിച്ചത്. റോമൻ റീത്തിലെ പ്രസിദ്ധമായ ഗ്രിഗോറിയൻ രീതിയിൽ ആലപിച്ച ഈ ആൽബത്തിലെ ഗാനങ്ങളും പ്രാർത്ഥനയും ഇതിനെ കത്തോലിക്ക ദിവ്യബലിയുടെ ആക്ഷേപാനുകരണമാക്കി മാറ്റി. ഇനി ഈ കറുത്ത കുർബാനയിലെ കർമ്മ ക്രമങ്ങൾ എങ്ങനെയാണെന്നൊന്ന് പറയാം. സാത്താൻ സഭ എന്ന പേരിൽ കുപ്രസിദ്ധമായ ഒരു വിഘടിത സംഘം 1969 സാത്താൻ കുർബാനയുടെയും സാത്താൻ ബൈബിളിന്റെയും ആധികാരിക ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു. ലത്തീൻ കുർബാനയെ അനുകരിച്ച് ത്രിത്വനാമത്തിനു പകരം സാത്താന്റെ നാമത്തിലാണ് കറുത്ത കുർബാന ആരംഭിച്ചിരുന്നത്. ബേൽസെബൂൽ, അസ്മോദേവൂസ്, അസ്തറോത്ത് എന്നീ പിശാചുക്കളുടെ നാമത്തിലാണ് കറുത്ത കുർബാന ആരംഭിച്ചിരുന്നത്. ലൂയി 14 ഭാര്യ നടത്തിയ ആദ്യ കറുത്ത കുർബാനയെ അനുകരിച്ച് ഇന്നും സ്ത്രീയുടെ നഗ്ന ശരീരമാണ് കറുത്ത കുർബാനയുടെ ബലിപീഠം. കത്തോലിക്ക ദേവാലയങ്ങളിൽ കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയാണ് കറുത്ത കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പം. കാസയിൽ വീഞ്ഞിനു പകരം സ്ത്രീ പുരുഷ ലൈംഗിക സ്രവങ്ങളുടെ മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. അൾത്താരിയായി വർത്തിക്കുന്ന സ്ത്രീയുടെ രഹസ്യഭാഗത്തെ സക്രാരിയായി സങ്കല്പിച്ച് വിശുദ്ധ കുർബാന പ്രസ്തുത ഭാഗത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. പൈശാചിക പ്രാർത്ഥനകളിലൂടെ തിരുവോസ്തിയിലെ കർത്താവിന്റെ സാന്നിധ്യത്തെ അവഹേളിച്ച് അശുദ്ധമാക്കുക എന്നതാണ് ഇതിലെ കർമ്മങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. വിശുദ്ധ കുർബാന പ്രതിഷ്ഠിച്ച അൾത്താരയും സക്രാരിയുമായി കാർമ്മികനും പങ്കാളികളും പരസ്യമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതോടെയാണ് കർമ്മങ്ങൾ പൂർത്തിയാകുന്നത്. റോമൻ റീത്തിലെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് പകരമായാണ് ലൈംഗിക ബന്ധമെന്ന കർമ്മം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാത്താൻ ആരാധനയും കറുത്ത കുർബാനയും സകല ധാർമ്മികതയെയും ലംഘിക്കുന്നതാകയാൽ സദാചാര വിരുദ്ധർ ഇത്തരം കർമ്മങ്ങളിലേക്ക് ആവേശപൂർവ്വം ആകർഷിക്കപ്പെടുന്നത് തികച്ചും സ്വാഭാവികമാണ്. ലൈംഗിക അരാജകത്വത്തിന് പരസ്യമായ അംഗീകാരം നൽകുന്നതിനാൽ കറുത്ത കുർബാന ആത്യന്തികമായി പരസ്യ വ്യഭിചാരം തന്നെയാണ്. സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരും വരേണ്യരുമായ വിഭാഗം മാത്രമേ പലപ്പോഴും കറുത്ത കുർബാനയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെടാറുള്ളൂ. തന്മൂലം പലരും ഇത്തരം നിഗൂഢ ഗ്രൂപ്പുകളിലെ അംഗത്വത്തെ അംഗീകാരമായി കരുതുന്നതും ഇതിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ പങ്കെടുത്തവർക്ക് പിന്നീട് പിൻവലിയാനുള്ള സകല പഴുതുകളും അടയ്ക്കപ്പെടുന്നതിനാൽ സാത്താൻ ഗ്രൂപ്പുകളിലെ അംഗത്വം പലപ്പോഴും നിർബന്ധിത അടിമത്വമായി മാറുന്നു. ബാംഗ്ലൂരിലെ സാത്താൻ സേവാ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജോലി പോലും രാജിവെച്ച് ഒളിവിൽ പോന്ന മൂവർ സംഘത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞത്. സാത്താൻ സംഘത്തിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദമായ വിവരണങ്ങൾ ഇവർ നൽകുകയുണ്ടായി. കത്തോലിക്ക ദേവാലയങ്ങളിൽ നിന്ന് വിശുദ്ധ കുർബാന എത്തിച്ചു കൊടുത്താൽ ഓരോ തിരുവോസ്തിക്കും 7000 മുതൽ 15000 വരെ തുക വാഗ്ദാനം ചെയ്ത കോഴിക്കോട് ആസ്ഥാനമായ കറുത്ത കുർബാനക്കാരുടെ സമൂഹത്തെക്കുറിച്ച് പ്രസ്തുത നഗരത്തിലെ 2 കത്തോലിക്ക MBA വിദ്യാർത്ഥികൾ ഒരു ലേഖകനോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മുടെ നാട്ടിലും കറുത്ത കുർബാന രഹസ്യമായും പരിമിതവുമായിട്ടാണെങ്കിലും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു കൊച്ചു സംഭവം പങ്കുവച്ചത്. ഇനി എന്താണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ?
വിശുദ്ധ കുർബാന കയ്യിൽ കൊടുക്കുന്ന രീതി കഴിഞ്ഞ ദശകത്തിൽ ആരംഭിച്ചതോടെ വിശുദ്ധ കുർബാനയുടെ ദുരുപയോഗ സാധ്യത ക്രമാതീതമായി വർദ്ധിച്ചു എന്ന് സമ്മതിക്കാതെ തരമില്ല. അജപാലകരുടെ സത്വര ശ്രദ്ധ പതിയേണ്ട മേഖലയാണിത്. നാവിൽ സ്വീകരിച്ച വിശുദ്ധ കുർബാന സാത്താൻ സേവകർക്ക് സ്വീകാര്യമല്ല എന്നതും ഇതിനോട് ചേർത്ത് പറയേണ്ടിയിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ നാവിലുള്ള സ്വീകരണം തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാവുന്നതാണ്. കറുത്ത കുർബാനയുടെ മറവിൽ ഹൈടെക് പെൺവാണിഭവും വ്യഭിചാരവുമാണ് നടക്കുന്നത്. ക്രമസമാധാന പാലകരുടെ സത്വര ശ്രദ്ധ ഇത്തരം മേഖലകളിൽ പതിയേണ്ടതുണ്ട്. അങ്ങേയറ്റം രഹസ്യ സ്വഭാവം പുലർത്തുന്ന ഇത്തരം ഗ്രൂപ്പുകൾ സാമൂഹ്യ വിരുദ്ധരായ സമ്പന്നരുടെ കൂട്ടായ്മയാണ്. ഇത്തരക്കാരുടെ കൂട്ടായ്മകൾ സമൂഹത്തിന്റെ സുസ്ഥിതിക്കും വരും തലമുറയുടെ ഭാവിക്കും ദോഷകരമായാൽ കറുത്ത കുർബാനയ്ക്കെതിരെ സമൂഹം ഒന്നടങ്കം ശക്തമായ നിലപാടുമായി രംഗത്ത് വരേണ്ടതുണ്ട്. അധികാരികളുടെയൊക്കെ കണ്ണു തുറക്കപ്പെടാനും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും നമുക്ക് ദൈവത്തോട് അതിനുള്ള കൃപ, അധികാരികളുടെ കണ്ണു തുറക്കപ്പെടാനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം.